എൻ ദൈവമേ നന്ദി എന്നേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേശുപരാ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദയപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ നമ്മുടെ മനസ്സുകളെ താഴ്ത്തുവാൻ, നമ്മുടെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവം നമുക്ക് നൽകി തരുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. ഓരോ ദിവസവും ദൈവം നമ്മെ നടത്തുന്ന വൻകൃപകൾ എത്ര വലുതാണ് പ്രിയമുള്ളവരെ. ദൈവം നമ്മെ നടത്തുന്നത് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ സ്വന്തം ബലം കൊണ്ടോ ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ജ്ഞാനം കൊണ്ടോ നമ്മൾ നടന്നതാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ആലോചനയാൽ ദൈവനെ നടത്തുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ആലോചന പറയുവാൻ ഈ അവസരം ദൈവം എന്നെ പ്രാപ്തനാക്കിയതിൽ ഞാൻ കർത്താവിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും കുമ്പനാട്ടുന്ന സ്നേഹവന്ദനം നേരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്നെന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച വചനം 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ്. ഈ വാക്യം ആകർഷിക്കുവാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, അവിടെ 2 പ്രയോഗങ്ങൾ ദൈവവചനത്തിൽ 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ 2 പ്രയോഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒന്ന് കൂടാരം എന്നുള്ളൊരു പ്രയോഗം, വേറൊന്ന് കെട്ടിടം എന്നുള്ള ഒരു പ്രയോഗം. കൂടാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെൻ്റ് എന്ന് പറഞ്ഞാൽ ഷെഡ് എന്നാണ്. അത് പൊളിച്ചു മാറ്റാൻ സാധിക്കുന്നതാണ് ടെൻ്റ് അല്ലെങ്കിൽ ഷെഡ്. കൂടാരങ്ങളൊക്കെയും അത് അഴിച്ചു മാറ്റുവാൻ സാധിക്കുന്ന കാര്യമാണ്. കൂടാരം എന്ന് പറയുമ്പോൾ അത് സാധാരണ പട്ടാളക്കാർ താൽക്കാലികമായി വസിക്കുന്ന അത് പാർപ്പിടം എന്നുള്ള നിലയിലാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. തന്നെയുമല്ല, പുരാതന കാലത്ത് സഞ്ചാരികളായിട്ടുള്ള ആളുകൾ കൂടാരങ്ങൾ ഇങ്ങനെ ഷെഡുകൾ കെട്ടിയിരുന്നു. അവരെ താൽക്കാലികമായിട്ട് ആ ടെൻറ്റുകളിൽ ആ ഷെഡുകളിൽ ഇങ്ങനെ പാർക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അബ്രഹാം ഒരു കൂടാരവാസിയായിരുന്നു. പുരാതന ഭക്തന്മാർ മിക്കവരും അത് പെർമനൻ്റായിട്ടുള്ള കെട്ടിടങ്ങളിൽ പാർത്ത ആളുകളല്ല. അവരൊക്കെയും കൂടാരങ്ങളിൽ മാറി മാറി പാർത്ത പ്രിയപ്പെട്ടവരാണ്. ഞാനിത് പറയുമ്പോൾ ജീവിതത്തെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വേദഭാഗം 2 പത്രോസ് ലേഖനം 1-13 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കിയാൽ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുന്ന യുക്തമെന്ന് വിചാരിക്കുന്നുവെന്ന് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. പത്രോസ് ഇവിടെ ജീവിതത്തെക്കുറിച്ച് കൂടാരമെന്നുള്ള നിലയിലാണ് ഓർപ്പിക്കുന്നത്. അതേ, കർത്താവായ യേശുക്രിസ്തു അറിവ് കൊടുത്തു. ദൈവത്തിൻ്റെ ദാസൻ പത്രോസിന് അറിവ് കൊടുത്തു. ഈ കൂടാരം പൊളിഞ്ഞു പോകുവാൻ പോകുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദാസൻ പറയുകയാണ്, ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങളെ ഞാൻ ഓർപ്പിച്ചുണർത്തുന്നു എന്ന് ദൈവത്തിൻ്റെ ദാസൻ പറയുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിന് ഒരു ചരിത്രപരമായ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതെന്തെന്ന് ചോദിച്ചാൽ, അത് വിദ്യുശക്തിയൊക്കെയും കണ്ടുപിടിച്ച മഹാനായ മൈക്കിൾ ഫാരഡേ എന്ന് പറയുന്ന വിശ്വശാസ്ത്രജ്ഞൻ, അദ്ദേഹം 1831 ഇലക്ട്രിസിറ്റി വൈദ്യുതി കണ്ടുപിടിച്ചു എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാം. തന്നെയുമല്ല, ഇലക്ട്രോ മഗ്നീഷ്യം തുടങ്ങിയ ഒട്ടനവധി കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച പ്രസിദ്ധ ശാസ്ത്രജ്ഞൻ, അത് വിശ്വശാസ്ത്രജ്ഞൻ എന്നൊക്കെ പറയാൻ തക്കവണ്ണം സാധിക്കുന്ന മൈക്കിൾ ഫാരഡേ തൻ്റെ മരണക്കിടക്കയിൽ താൻ ഇങ്ങനെ ഓർപ്പിച്ചു. എല്ലാവരും വട്ടം അദ്ദേഹത്തിൻ്റെ ചുറ്റും ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ മരുമകനും ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. അവരിങ്ങനെ വട്ടത്തിന് നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, പുസ്തകം കൊണ്ടുവരുവാൻ പറഞ്ഞു. പുസ്തകം
അതെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ ലൈബ്രറിയിൽ ഒത്തിരി ഒത്തിരി പുസ്തകങ്ങളുണ്ടല്ലോ, നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പല വോളിയംസ് ഗ്രന്ഥങ്ങളുണ്ട്, എന്നാൽ ഏത് പുസ്തകമാണെന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം മറുപടി പറഞ്ഞത് ശ്രദ്ധിക്കുക. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ആ വിശ്വശാസ്ത്രജ്ഞൻ ഇങ്ങനെ പറഞ്ഞു, പുസ്തകം എന്ന് പറയുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ബൈബിളാണ്. ബൈബിൾ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, വായിക്കുവാൻ പറഞ്ഞു. ഉടനെ ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഏത് ഭാഗമാണ് വായിക്കേണ്ടത്? ഈ പുസ്തകത്തിൽ പല പുസ്തകങ്ങളുണ്ട്, 66 ഗ്രന്ഥങ്ങളില്ലേ, 1789 അധ്യായങ്ങളില്ലേ, 31,173 വാക്യങ്ങളില്ലേ, ഏത് വാക്യമാണ്, ഏത് അധ്യായമാണ്, ഏത് പുസ്തകമാണ് വായിക്കേണ്ടത്? അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി ശ്രദ്ധിക്കുക. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ചുറ്റുപാട് നിൽക്കുന്ന പ്രിയപ്പെട്ടവര്, അദ്ദേഹത്തിൻ്റെ മരുമകൻ ഉൾപ്പെടെയുള്ള ശാസ്ത്രജ്ഞന്മാരൊക്കെ അവിടെ നിൽക്കുമ്പോൾ ആ വേദഭാഗം ഇങ്ങനെ അദ്ദേഹം വായിപ്പിച്ചു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. പൗലോസ് ഈ വേദഭാഗം പറയുമ്പോൾ ശ്രദ്ധേയമായ ഒരു വെളിപ്പെടുത്തൽ പൗലോസ് വെളിപ്പെടുത്തുന്നുണ്ട്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അവസാനത്തെ വാക്യം എന്താണ് നമ്മൾ വായിക്കുന്നത്? അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിപ്പാൻ തക്കൊണ്ടപടിയായിത്തീരുന്നു. അതെന്താണ്? നൊടിനേരത്തേക്കുള്ള നിങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധി തേജസ്സിൻ്റെ നിത്യതയ്ക്ക് നിങ്ങൾക്ക് കിട്ടുവാൻ നിങ്ങൾക്ക് യോഗ്യമാകുന്നു, ഹേതുവാകുന്നുവെന്ന് പറയുന്നു. അതിനുശേഷമായിട്ട് 18-ാമത്തെ വാക്യം ഇങ്ങനെ നമ്മൾ കാണുന്നു, കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കി പാർക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണുന്നതോ നിത്യം. അതെ, കാണുന്നത് താൽക്കാലികമാണ്, കാണാത്തത് നിത്യമെന്ന് ദൈവത്തിൻ്റെ ദാസൻ പൗലോസ് പറഞ്ഞിരിക്കുന്നു. ഈ ഭാഗം ഞാൻ ഇവിടെ പറയുന്ന സന്ദർഭത്തിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അധികം വാണരുളിയ രാജ്ഞി എലിസബത്ത് രാജ്ഞിയാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. 70 വർഷങ്ങൾ ഇംഗ്ലണ്ടിനെ ആ മാന്യ വനിത ഭരിപ്പാൻ തക്കവണ്ണമിടയായി. കോഹിനൂർ രത്നം പതിച്ച കിരീടം ധരിച്ച എഡ്വേർഡ് രാജാവിൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന ആ രാജ്ഞി 70 വർഷം ഇംഗ്ലണ്ടിനെ ഭരിച്ചു. അവർക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. പ്രഥമ വനിത എന്ന്, ലോകത്തിലെ പ്രഥമ വനിത എന്ന് എല്ലാവർക്കും പറയത്തക്കോണമുള്ള ഒരു വനിതയായിരുന്നു എലിസബത്ത് രാജ്ഞി. അവരണിഞ്ഞിരുന്ന കിരീടം, അവരിരുന്ന സിംഹാസനം, അവരുടെ പ്രൗഢഗംഭീരമായ ജീവിതം, എത്രയോ വാസ്തവമായ കാര്യങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. നെയിം ബോർഡുകൾ അല്ലെങ്കിൽ നമ്പർ ബോർഡുകൾ ഇല്ലാത്ത ലോകത്തിലെ ഏക കാറ് എലിസബത്ത് രാജ്ഞി യാത്ര ചെയ്ത കാറായിരുന്നു. അവർക്ക് നമ്പർ പ്ലേറ്റ് പ്രത്യേകമായിട്ടില്ല. ലോകത്തിൽ ഒരു രാജ്യത്തിനോ ആർക്കും അവർക്കെതിരെ കേസെടുക്കുവാൻ സാധിക്കുകയില്ലായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ലോകത്തിലെ പല വൻകിട രാഷ്ട്രങ്ങളുടെ നാണയങ്ങളിൽ ആ രാജ്ഞിയുടെ എംബ്ലം, ആ രാജ്ഞിയുടെ ചിത്രമുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിൻ്റെ അവരുടെ നാണയത്തിലും, ഇംഗ്ലണ്ടിൽ മാത്രമല്ല ഓസ്ട്രേലിയയുടെ പല രാജ്യങ്ങളുടെ നാണയങ്ങളിൽ, ഡോളറുകളിൽ ആ വനിതയുടെ, ആ മാന്യ വനിതയുടെ പടമുണ്ടായിരുന്നു എന്നുള്ളത് ആർക്കാണ് അറിയാൻ വയ്യാത്തത്? അങ്ങനെ ലോകത്തിലെ പല രാജ്യങ്ങളുടെ നാണയങ്ങളിൽ എംബ്ലമുള്ള, പടമുള്ള എലിസബത്ത് രാജ്ഞി മരണപ്പെട്ടു. അവർ മരണപ്പെട്ടപ്പോൾ അവരുടെ ഫുണറൽ സർവീസ് ഗംഭീരമായിട്ട് നടക്കുമ്പോൾ ലോകത്തിലെ വൻകിട രാജ്യങ്ങളുടെ പ്രതിനിധികൾ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയുടെ പ്രതിനിധിയും അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. ചക്രവർത്തിമാര്, രാജാക്കന്മാര്, പ്രധാനമന്ത്രിമാര്, അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ശവമഞ്ചം ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ
അവരുടെ ഔദ്യോഗികമായ വസ്ത്രങ്ങളൊക്കെയും മാറ്റുവാൻ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടു. അങ്ങനെ 10,000 നോക്കി നിൽക്കുമ്പോൾ 70 വർഷം ഇംഗ്ലണ്ടിനെ ഭരിച്ച ആ മാന്യ വനിതയുടെ ശരീരത്തിൽ നിന്ന് ഔദ്യോഗികമായ ഔദ്യോഗികമായ സ്ഥാനങ്ങളൊക്കെയും മാറ്റി, കിരീടം മാറ്റി, അവരുടെ അതേ ചിഹ്നമായിരുന്ന അടയാളത്തിൻ്റെ ചിഹ്നങ്ങളൊക്കെയും മാറ്റി. അങ്ങനെ മാറ്റിയപ്പോൾ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് ഇങ്ങനെയാണ് പറഞ്ഞത്: അല്ലയോ സഹോദരി പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. അല്ലയോ സഹോദരി പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. അല്ലയോ സഹോദരി പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. നീ മണ്ണാകുന്ന മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിടി മണ്ണ് ആ മാന്യ വനിതയുടെ ശരീരത്തിൽ ഇട്ടു എന്നുള്ളത് ആർക്കാണ് അറിയാൻ വയ്യാത്തത്? എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്? കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യമെന്നുള്ള പൗലോസിന്റെ വാക്കുകൾക്ക് അടിവര ഈ അവസരത്തിൽ ഇവിടെ കുറിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ പരാമർശിച്ചിരിക്കുന്ന പരാമർശനങ്ങൾ എന്താണ്? നമ്മളിവിടെ പരദേശികളാണ്, നമ്മളിവിടെ വന്ന് പാർക്കുന്നവരാണ്, ഇവിടെ താൽക്കാലികമായി പാർക്കുന്നവരാണ്. ഒരു നിലയിൽ പറഞ്ഞാൽ ഒരു രാത്രിയിൽ മാത്രം പാർക്കുവാൻ വരുന്ന വഴിപോക്കനെ പോലെ, സത്രങ്ങളിൽ പാർക്കുന്ന, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പാർക്കുന്ന, ഒരു രാത്രി മാത്രം പാർക്കുവാൻ കടന്നു വരുന്ന ഒരു യാത്രികനെ പോലെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഇന്ന് കാണുന്ന മനുഷ്യനെ നാളെ കാണുന്നില്ല. ഇത് ഞാൻ പറയുമ്പോൾ വിശ്വശാസ്ത്രജ്ഞനായിരുന്ന മൈക്കൽ ഫാരഡേ ഇങ്ങനെ വായിച്ച് സന്തോഷിച്ചു: കൂടാരമായി ഞങ്ങളുടെ ഭവനവൻ അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഫലമായ ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ബൈബിൾ ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല, എന്നാൽ അനേക ശാസ്ത്ര സത്യങ്ങൾ അതിലുണ്ട്. ബൈബിൾ ഒരു ചരിത്ര പുസ്തകമല്ല, എന്നാൽ എത്രയോ ചരിത്രങ്ങൾ അതിലുണ്ട്. ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല, എന്നാൽ എത്രയോ വെളിപ്പാടുകൾ, സത്യ വെളിപ്പാടുകൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ജെറോം എന്ന് പറയുന്ന സഭാപിതാവ് ഇങ്ങനെ പറഞ്ഞു, വിശുദ്ധ ബൈബിളിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, വിശുദ്ധ ഗ്രന്ഥാലയം എന്ന് പറഞ്ഞു. ഗ്രന്ഥാലയം എന്ന് പറഞ്ഞാൽ ലൈബ്രറി എന്നാണ് അതിൻ്റെ അർത്ഥം. വിവിധ വോളിയംസ് ഉള്ള, പുസ്തകങ്ങളുള്ള, ഗ്രന്ഥങ്ങളുള്ള, ചെറുതും വലുതുമായിട്ടുള്ള അനേക ഗ്രന്ഥങ്ങളുള്ള, ഒത്തിരി വോളിയംസ് ഉള്ള, ഒത്തിരി പുസ്തകങ്ങൾ അടങ്ങുന്ന ഒരു ഗ്രന്ഥാലയമാണ് ബൈബിളെന്ന് ജെറോം പറയുവാനിടയായി തീർന്നു. എൻ്റെ പ്രിയമുള്ളവരെ, അനേക ശാസ്ത്രജ്ഞന്മാരെ ബൈബിളിനെ ആധികാരികമായി ഗ്രന്ഥമായി ബൈബിളിനെ അംഗീകരിച്ച ഒട്ടനവധി ശാസ്ത്രജ്ഞന്മാരുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാം. ശാസ്ത്രജ്ഞനായിരുന്ന ജെയിംസ് സിപ്സണെ കുറിച്ച് ഒരു വാക്ക്: അദ്ദേഹം ക്ലോറോഫോം തുടങ്ങിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചു, നമുക്ക് ഏവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു കോൺഫറൻസ് നടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തോടെ യുവശാസ്ത്രജ്ഞന്മാർ ചോദിച്ചു: അങ്ങ് ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചല്ലോ, ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്താണ്? അവർ അദ്ദേഹത്തോടെ ചോദിക്കുകയാണ്, എന്താണ്? ജെയിംസ് സിപ്സൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ പല കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഞാനൊരു പാപിയാണെന്നും പാപിക്കൊരു രക്ഷകൻ ആവശ്യമാണെന്നും ആ രക്ഷകൻ യേശുക്രിസ്തുവാണെന്നും ഞാൻ കണ്ടുപിടിച്ചു. ക്രിസ്തു യേശുവായി രക്ഷിപ്പാൻ ലോകത്തിൽ വന്നെന്നുള്ള വിശ്വാസിയും എല്ലാവർക്കും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. അവൻ തന്നെ എന്നത്തെ അവരുടെ പാപത്തിന് രക്ഷിപ്പാനിരിക്കണം. നീ അവന് യേശു എന്ന് പേരിടണം. കർത്താവിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നവൻ ലോകരക്ഷിതാവ്, എൻ്റെ കർത്താവ് എൻ്റെ രക്ഷിതാവുമായുള്ളവയെന്ന് നമുക്ക് പറയുവാൻ, യേശു കർത്താവ് രക്ഷിതാവെന്ന് പറയുവാൻ ദൈവം നമുക്ക് കൃപ തരുന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ജോസഫ് പ്രീസ്റ്റ്ലി എന്ന് പറയുന്ന വിശ്വശാസ്ത്രജ്ഞനെ കുറിച്ച് ആർക്കാണ് അറിയാൻ വയ്യാത്തത്? അന്തരീക്ഷവായുവിൽ 20% ഓക്സിജനാണെന്ന്, പ്രാണവായു ആണെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അദ്ദേഹം ഒരു ദൈവവിശ്വാസിയായിരുന്നു. ഐസക് ന്യൂട്ടൻ എന്ന് പറയുന്ന വിശ്വശാസ്ത്രജ്ഞൻ പാരീസിലൂടെ ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ കടന്നു പോകുമ്പോൾ അദ്ദേഹം ബൈബിളിങ്ങനെ, തടിച്ച പുസ്തകം ബൈബിളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കമ്പാർട്ട്മെൻറ്റിൽ വന്ന ചെറുപ്പക്കാർക്ക് ഇദ്ദേഹം ആരാണെന്ന് മനസ്സിലായില്ല.
ഇദ്ദേഹത്തിനടുത്ത് വന്നിട്ട് താങ്കൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ ബൈബിൾ വായിക്കുകയാണ്. ഇപ്പോഴും ബൈബിൾ വായിക്കുകയാണോ? ഈ കാലത്തും ബൈബിൾ വായിക്കുന്നവരുണ്ടോ എന്നൊക്കെ ആ യുവാക്കന്മാർ അദ്ദേഹത്തെ കളിയാക്കി. അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾക്ക് ഞങ്ങൾ പുസ്തകങ്ങളൊക്കെ അയച്ചു തരാം. ഉടനെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞുങ്ങളെ നിങ്ങൾ പുസ്തകം എനിക്ക് അയച്ചു തരണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് അടങ്ങിയ കാർഡ് ആവശ്യപ്പെട്ടപ്പോൾ ആ അഡ്രസ്സ് അടങ്ങിയ കാർഡ് അവർക്ക് അദ്ദേഹം കൊടുത്തപ്പോൾ അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ, ഗുരുത്വാകർഷണ സിദ്ധാന്തം കണ്ടുപിടിച്ച മഹാനായ ശാസ്ത്രജ്ഞനാണ് അവിടെ ഇരുന്ന് ബൈബിൾ വായിക്കുന്നെന്ന് ആ ചെറുപ്പക്കാരറിഞ്ഞില്ല. ആ കാർഡ് കിട്ടിയപ്പോൾ ഒരു നിലയിൽ പറഞ്ഞാൽ അവരെ ധരിച്ചുപോയി, മരിച്ചവരെ പോലെ ആയിത്തീർന്നു. വിശ്വശാസ്ത്രജ്ഞനാണ് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടനെ ഐസക് ന്യൂട്ടൻ എന്താണ് പറഞ്ഞത്? ഐസക് ന്യൂട്ടൻ ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞുങ്ങളെ അവരോട് പറയുകയാണ്, ഗുരുത്വാകർഷണ സിദ്ധാന്തം കണ്ടുപിടിച്ച മഹാനായ ഐസക് ന്യൂട്ടൻ അവരോട് പറയുകയാണ്, കുഞ്ഞുങ്ങളെ കെമിസ്ട്രിക്കപ്പുറം, ബോട്ടണിക്കപ്പുറം, ഫിസിക്സിനപ്പുറം ഒരു ദൈവശാസ്ത്രമുണ്ട്, ഒരു ദൈവം ജീവിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അനേകം നോവൽ സമ്മാനമൊക്കെ ലഭിച്ച അനേകം ആളുകൾ ബൈബിൾ വായനക്കാരും ബൈബിൾ ധ്യാനിച്ചവരും ബൈബിൾ ചിന്തിക്കുന്നവരുമാണെന്ന് അറിയാവുന്നതിൽ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ബൈബിളിനെ കുറിച്ച് ഒരു ദൈവദാസൻ പറഞ്ഞ നിർവചനം പറഞ്ഞുകൊണ്ട് ഈ ചിന്തകൾ ഞാനിവിടെ ഇന്ന് അവസാനിപ്പിക്കുന്നു. അതെന്താണ്? ബൈബിൾ എന്നുള്ള BIBLE എന്ന് പറഞ്ഞാൽ ബേസിക് ഇൻസ്ട്രക്ഷൻസ് ബിഫോർ ലീവിങ് ഫ്രം എർത്ത്. ലോകത്തിൽ നിന്ന് വിട പറയുന്നതിന് മുൻപേ നമുക്ക് ലഭിക്കുന്ന ബേസിക് ആയിട്ടുള്ള ബോധ്യങ്ങളാണ്, അറിയിപ്പുകളാണ് ബൈബിൾ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം വായിക്കുവാൻ, ധ്യാനിക്കുവാൻ, ചിന്തിക്കുവാൻ, ദൈവവചനത്തിൻ്റെ ദൂതുകൾ കേൾക്കുവാൻ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ദൈവത്തിന് മുമ്പിൽ, ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ കാതോർക്കുവാൻ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.